ഭയങ്കര കാറ്റായിരുന്നല്ലേ? അതെ. ഇന്ന് ഏതായാലും മഴയ്ക്കൊരു ചാൻസ് ഉണ്ട്. ഇതെന്തൊരു അനർത്ഥ കർത്താവേ. ചടങ്ങ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയപ്പോ അശുഭ ലക്ഷണമാണല്ലോ കണ്ടത്. ഇപ്പൊ എന്ത് സംഭവിച്ചെന്നാ നിങ്ങളൊക്കെ പറയുന്നേ? മനസ്സമ്മതവും കഴിഞ്ഞ് മോതിരവും മാറി. പിന്നെന്താ? അപ്പച്ചൻ പറയുന്നൊന്നും കാര്യമാക്കണ്ട. ലോകം മുഴുവൻ ഒരു വിരൽത്തുമ്പിൽ ഒതുക്കാവുന്ന ഈ കാലഘട്ടത്തിലാ അപ്പച്ചന്റെ ഒരു പഴംപുരാണം. വാ വാ, നമുക്കൊന്നും കഴിക്കാം. മോരന്മാരുടെ ടെൻഷനിലൊന്നും കഴിക്കാൻ പറ്റില്ല. അർജുനൻ പാട്ടൻ പിന്നെ കിരീടിയും ഉഗ്രമായ പെരുമ്പാമ്പും അമ്മൊന്ന് പയ്യെ പോകുമ്പോ എനിക്ക് പ്രതികടയും സ്തുനയും അയ്യോ കുഞ്ഞിന്റെ കൈക്കെന്ന് പറ്റി? കാറ്റില് ജനലടഞ്ഞപ്പോ ചില്ല് പൊട്ടി വീണതാ. ഡോക്ടറോട് വേണ്ട, വിളിക്കണ്ട, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പോയി കിടന്നോ. ചെറിയ മുറിവല്ലേ, ഉപ്പ് വെച്ച് കിട്ടിയാ മതി. അച്ഛനെന്തിയമ്മേ? മനസ്സമ്മതം കഴിഞ്ഞപ്പോ തുടങ്ങിയതാ ഈ മനസ്സമാധാനക്കേട്. അച്ഛൻ കാര്യം ചോദിക്കട്ടെ, അച്ഛന്റെ മനസ്സമ്മതത്തിന് ഇങ്ങനെയുള്ള കുഴപ്പമുണ്ടായിരുന്നോ? ഉണ്ടായി. അതാണ് നീ മനസ്സമാധാനക്കേട്. വന്നൂന്ന് അറിഞ്ഞപ്പോ മുതല് മോനെ കാണണോന്ന് വിചാരിച്ചതാ. എന്താന്നറിയില്ല, ഈയിടെ നടക്കുമ്പോ വല്ലാത്ത ശ്വാസം മുട്ട്. മരുന്നൊന്നും മുടക്കരുത്. സോഫിയെല്ലാം ശ്രദ്ധിക്കുന്നില്ലേ? ആ, എന്റെ പപ്പയ്ക്ക് വേണ്ടി ഈ ശരീരത്തിൽ ചോര ഒരുപാട് പറ്റിച്ചതാണ് നിന്റെ അപ്പൻ. പപ്പയെ ഇല്ലാതായുള്ളൂ. നിങ്ങൾക്കെന്ന് ഞാനുണ്ടാവും. ഈ ചെയ്തു തരുന്നത് തന്നെ ധാരാളം. ഇവളെ പഠിപ്പിക്കണമെന്ന ആഗ്രഹമേ എനിക്കുള്ളൂ. അത് മോൻ ചെയ്തു തരുന്നില്ലേ? ഒന്നും മറക്കൂല കുഞ്ഞെ, ഒന്നും മറക്കൂല. പഠിത്തം എവിടെ വരെ എത്തി? ബികോം ഫൈനൽ ഇയർ ആയി. സോഫിയക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊന്ന് വന്നൂടെ? എക്സാം ഒന്ന് കഴിഞ്ഞോട്ടെ. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. വിക്കി സാർ, ഇവരെ കാറിൽ കൊണ്ട് വിട്ടിട്ട് വാ. ശരി സാർ. വരൂ. ചെല്ല്. അച്ഛന്റെ കൂടെ ബോംബെക്ക് ഞാനും വരും. എന്താ മോളെ ഇത്? കൊച്ചു കുട്ടികളെ പോലെ. ലണ്ടനിൽ പോയി പഠിച്ചൊരു ഡോക്ടർ അല്ലേ നീ? അച്ഛനില്ലാതെ ഇവിടെ ഒരു രസവും ഇല്ല. 4 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഫോറിൻ ഡെലിഗേറ്റ്സ് ഒക്കെ വരുന്നോണ്ടാ അവർ ഈ കോൺഫറൻസ് ബോംബെയിൽ വെച്ചത്. ഞാൻ തന്നെ പങ്കെടുത്തല്ലേ പറ്റൂ. ഹോസ്പിറ്റലിലെ ഉദ്ഘാടനം കഴിഞ്ഞാൽ മോളുടെ താമസം അങ്ങോട്ട് മാറ്റാം. എന്താ? ലാസ്റ്റ് അവർ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല. എനിക്കിഷ്ടായില്ല. വെറുതെ ഇരുന്നേ ഉള്ളൂ. ഞാനും അതെ. ഞാൻ റോക്കി സാറിനെ എയർപോർട്ടിൽ കൊണ്ട് വിട്ടിട്ട് വരുന്ന വഴിയാ. വീട്ടിലേക്കാണെങ്കിൽ ഞാൻ കൊണ്ടുവിടാം. എന്നെ ശരി, ഞാൻ പോട്ടെ. വാ, കേറ്. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. പൊയ്ക്കോ? അത് കുറച്ചുകൂടി സ്നേഹത്തോടെ പറഞ്ഞൂടെ? എന്താ, എന്നെ പേടിയാ? എന്നോട് സംസാരിക്കരുതെന്ന് കുട്ടിയോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ റോക്കി സാറിന്റെ സഹായം കൊണ്ടാ ഞങ്ങൾ എങ്ങനെങ്കിലും ജീവിക്കുന്നത്. എല്ലാം എനിക്കറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെയാ കുട്ടിയെ ഞാൻ ഇഷ്ടപ്പെട്ടത്. പിന്നെ എന്റെ അമ്മയും കൊണ്ട് ഞാൻ ഒരിക്കൽ വരും തന്നെ പെണ്ണ് കാണാൻ. ആ, ഇനി പൊയ്ക്കോ.
ഒന്ന് കാണണമെന്ന് തോന്നി വന്നു. ഇതിലെന്തോ ദുരുദ്ദേശമുണ്ട് ഉറപ്പ്. ഞാൻ അറിയാത്തതൊന്നും അല്ലല്ലോ ഇയാളെ. സത്യം പറ. അയ്യോ, ഒരു ദുരുദ്ദേശവും ഇല്ലേ. ഈ റിങ് ഇട്ടപ്പം മുതൽ തുടങ്ങിയതാ ഇളക്കം. ആ, സമ്മതിച്ചു. ആണുങ്ങളായ അങ്ങനെയൊക്കെയാ, എന്നെ പോലെ. പക്ഷേ ഞാനിപ്പോ മറ്റൊന്നും ആലോചിക്കണേ. എന്താ? നമ്മുടെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ ആരാ ഉള്ളത്? നമ്മൾ അല്ലാതാരാ? എന്നെ ബോബന്റെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുന്നത് ആ നെഞ്ചിന് പറിച്ചെടുത്താ അത് മറക്കരുത്. അതൊക്കെ എനിക്കറിയില്ലേ. നിനക്ക് എപ്പോ വേണേലും നിന്റെ അച്ഛനെ ഒന്ന് കാണാം. പോരെ? മതി. എന്താ? എന്ത് പറ്റി? ആ അലമാര നമ്മുടെ മേൽ. അലമാരയോ? മനു എന്തായി പറയുന്നത്? ഇപ്പൊ വീഴാൻ. എന്താ മനു? അലമാരയ്ക്ക് ഒരു കുഴപ്പമില്ലല്ലോ. അലമാരല്ലേ ഈ ഇരിക്കുന്നത്. മനുമോളെ, മനുമോളെ എന്തിനാ കരഞ്ഞത്? ഒന്നുമില്ല. ഒന്ന് പേടിയുണ്ടെങ്കിൽ ഞാൻ വന്ന് കൂട്ടി കിടക്കാം മോളെ. വേണ്ട, ഞങ്ങൾക്ക് പേടിയില്ല. ഞങ്ങളോ? ബെസ്റ്റ് പാർട്ടി. പറഞ്ഞപ്പോ തെറ്റിപ്പോയാരി. വാ വാ വാ. ചേച്ചി, നമുക്ക് ഈ ഫോട്ടോ ഇവിടെ തന്നെ വെക്കണം. വരുന്നവരൊക്കെ കണ്ട് കണ്ണു വെക്കട്ടെ. ഞാനെങ്ങനെയാ വീണത്? ആരാണ് തള്ളിയിട്ടത്? അവിടെ ചോര, അവിടെ ചോര, ചുമരില്ല. അല്ല, അവിടെ പൈപ്പില്. അല്ലമ്മേ, ഞാൻ ആന അടിച്ചപ്പോ ചുമരന്നെ ചോര തുപ്പി. എന്താ ഇത്? അത് ഇതൊക്കെ ചിന്തിച്ച് മനുഷ്യന് വട്ടായി പോയെന്നാ തോന്നണേ. എടാ, മനുഷ്യനായ കുറച്ച് ധൈര്യമൊക്കെ വേണം. മോളിഞ്ഞ് മാറി. നീ ഒന്ന് മാറി. എന്താ നോക്ക്, ആൾക്കാരെ ചിറ്റിക്കാൻ രാത്രി. ഇതിലെന്താ പ്രേതം? എവിടെയാ പ്രേതം? എവിടെയാണെന്നാ പറഞ്ഞത്? ഇവിടെ കാണുന്നില്ലല്ലോ. ഇപ്പൊ അച്ഛനും വട്ടായല്ലേ? അതെ, മനുഷ്യനായ കുറച്ചൊക്കെ ധൈര്യം വേണം. മോളെ, എന്തിനാ നിലവിളിക്കുന്നത്? മോളെ, മോളെ, എന്താ ഇവിടെ സംഭവിച്ചത്? കറങ്ങുന്നുണ്ടല്ലോ. അത് പൊട്ടി എന്റെ മേലെ വീണു. എന്നിട്ട് ആരാത് അവിടെ തന്നെ ഫിറ്റ് ചെയ്തത്? കുഞ്ഞിന്റെ തോന്നലാ. ഇല്ല, സത്യമാ. ഇതങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ.
സാധാരണ പാതിരാത്രിയിൽ പെണ്ണിന്റെ വേഷത്തിലാ പ്രേതം വരാറ് പതിവ്. ഇത് പട്ടാപ്പകല് പച്ചവെള്ളത്തിൽ പ്രേതം വരാന്ന് വെച്ചാൽ അയ്യോ ഈശ്വര, ഇനി നമുക്ക് എന്തൊക്കെയാ വരാൻ പോന്നെ ആർക്കറിയാം. നിന്റെ കരിനാക്കൊണ്ടൊന്നും പറയലടി മൂദേവി. ഏതായാലും നാളെ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. ദുർമരണ ശാപം തന്നെ. ആരുടെ? 41 ദിവസത്തെ പഞ്ചഭൂത കർമ്മം കൊണ്ടേ യഥാർത്ഥ പ്രേതാത്മാവിനെ കണ്ടെത്താൻ കഴിയൂ. എന്നാ ഇന്നേ തുടങ്ങിക്കോളൂ. പണം കുറച്ച് ചെലവ് വരും. ഓ, അതിനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാം സ്വാമി. തൽക്കാലം വീട്ടിലുള്ളവർക്കൊക്കെ ഓരോ മന്ത്രച്ചരട് ജപിച്ചു തരാം. പിന്നെ 41 ദിവസത്തെ ഹോമം ബംഗ്ലാവിൽ വെച്ച് തന്നെ നടത്തണം. ആയിക്കോട്ടെ. എഴുന്നേറ്റോളൂ, ആ. പുറത്തിരുന്നോളൂ. ഓ ശരി. ഓക്കെ, സമ്മതിച്ചു. നിങ്ങൾ എല്ലാരും പറയുന്ന ക്ഷമയോട് ഞാൻ കേട്ടില്ലേ? ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്ക്. നിങ്ങൾ എല്ലാരും വിശ്വസിക്കുന്ന പോലെ ഈ ഭൂമുഖത്ത് യക്ഷിയോ പ്രേതമോ ഉണ്ടെന്ന് 21-ാം നൂറ്റാണ്ടിൽ ആരും വിശ്വസിക്കുകയില്ല. ഞാനും. അച്ചായ പ്ലീസ്, മനുമോൾക്ക് വേണ്ടി ഇത് കെട്ടണം. അയ്യേ, ഇങ്ങനെ പേടിച്ചാലോ? ഇത് കെട്ടിയ പിന്നെ എന്റെ പേടി കുറഞ്ഞിട്ടുണ്ട്. ചേടാ, ഇത് വലിയ പാടായല്ലോ. എന്നാൽ അതൊന്ന് അറിഞ്ഞിട്ട് എന്നെ കാര്യം. നിങ്ങളൊക്കെ ഓസിന് പ്രേതത്തെ കണ്ട സ്ഥിതിക്ക് ഞാനും കൂടെ ഒന്ന് കാണട്ടെ. എന്താ, എന്നിട്ട് കെട്ടാം. ഓക്കെ?